കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിന് വേദിയാകുകയാണ് കൊടുങ്ങല്ലൂർ. LDFും BJPയും നേർക്കുനേർ മത്സരിക്കുന്ന കൊടുങ്ങല്ലൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും പതിവിൽ കവിഞ്ഞ ആവേശം താഴെത്തട്ടിൽ പ്രകടമാണ്. ഏതാനും ദിവസങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുമ്പോൾ ഫലം എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. LDFിൽ CPMും CPIയും മാത്രമാണ് മത്സര രംഗത്തുള്ളത്. മറ്റു ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകിയിട്ടില്ല. NDAയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ BDJSനും സീറ്റില്ല. UDFിൽ കോൺഗ്രസിന് പുറമെ മുസ്ലിം ലീഗിനും RSPക്കും സീറ്റ് ലഭിച്ചിട്ടുണ്ട്. 46 വാർഡുകളുള്ള കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഒട്ടുമിക്ക വാർഡുകളിലും ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കോട്ട വാർഡിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. ഇവിടെ LDFും UDFും നേർക്കുനേർ മത്സരിക്കുകയാണ്. ഒരു വാർഡിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയിരിക്കുകയാണ്. പ്രചരണം രണ്ടാം ഘട്ടം പിന്നിടുമ്പോൾ ഒട്ടുമിക്ക വാർഡുകളിലും ശക്തമായ മത്സരമാണ് നടക്കുന്നത്. രാഷ്ട്രീയം ചർച്ചാ വിഷയമാകുന്നുണ്ടെങ്കിൽ കൂടി പ്രാദേശിക വിഷയങ്ങൾക്കാണ് പ്രാമുഖ്യം. ഭവന സന്ദർശനത്തിലൂന്നിയ പ്രചരണമാണ് വാർഡുകളിൽ പ്രധാനമായും നടക്കുന്നത്. ഡിസംബർ 11 വിധിയെഴുത്ത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള കഠിന പരിശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഒരു ജനപ്രിയ സിനിമയുടെ ക്ലൈമാക്സ് പോലെ, അതല്ലെങ്കിൽ വാശിയേറിയ ഒരു ക്രിക്കറ്റ് കളിയുടെ ഫൈനൽ പോലെ കൊടുങ്ങല്ലൂരിലെ രാഷ്ട്രീയം തിളച്ചു മറിയുകയാണ്. അവസാന ലാപ്പിൽ, അവസാന ഓവറിൽ, ക്ലൈമാക്സിൽ ആര് കപ്പടിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ ഷിഹാബിനോടൊപ്പം കൊടുങ്ങല്ലൂരിൽ നിന്നും നവാസ് പടിവിങ്ങൽ.